ഫേസ്ബുക്കിലൂടെ പറയും, ഇല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ പുസ്തക പ്രകാശനമുണ്ട്, അതിനുശേഷം പറയാം. അതൊരു പുസ്തക പ്രകാശനത്തിന്റെ ഒരു പ്രൊമോഷൻ ആയിരുന്നു ഉദ്ദേശിച്ചത്? അല്ല, അത് നിങ്ങളാണ്. പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, കാരണം എനിക്ക് നിങ്ങൾ എന്നെ പൊട്ടനാക്കുമ്പോ നിങ്ങളെ ഒന്ന് പൊട്ടീസാക്കണല്ലോ എനിക്ക്. എങ്ങനെ? അതെ, വെളിപ്പെടുത്താൻ പറഞ്ഞാൽ ഇതാണ് വെളിപ്പെടുത്താൻ. ഈ കാര്യങ്ങളാണ് വെളിപ്പെടുത്താൻ. അഷ്കർ ഇനി എടുക്ക് പോവാം. പറഞ്ഞത് അന്വേഷണം തന്നെ പ്രശ്നമാണ്. അതിന് ഉദാഹരണമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോലീസ് അന്വേഷണം കൃത്യമായി നടത്തുന്നില്ല എന്നും അൻവർ പറയുന്നു. നാളെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുമ്പോൾ പി വി അൻവറിന്റെ മൊഴിയെടുക്കാൻ പോയത് ഇന്നലെയാണ് ഉദ്യോഗസ്ഥർ, അതുകൊണ്ട് താൻ മൊഴി കൊടുത്തിട്ടില്ല എന്നും പറയുന്നു പി വി അൻവർ. അങ്ങനെയുള്ള ഒരു അന്വേഷണത്തെ എം.എൽ.എ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? പ്രത്യേകിച്ച് പോലീസിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന വരട്ടെ, റിപ്പോർട്ട് വരട്ടെ, എന്നാലല്ലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. പ്രിജുഡൈസ്ഡ് ആയിട്ട് ആദ്യം തന്നെ ഇന്നതാണ് റിപ്പോർട്ട് വരാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് വരാൻ വേണ്ടി പോകുന്ന റിപ്പോർട്ടിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഇപ്പൊ ചോദിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. അന്വേഷണം ശരിയായിട്ടുള്ള രൂപത്തിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് എന്റെ ബോധ്യം. അൻവറിന്റെ ബോധ്യം അതായിക്കൊള്ളണമെന്നില്ല. എന്റെ ബോധ്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു മാറ്റമില്ല, ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. എനിക്കൊരു ഓഫറും ഇല്ല. കാരണം തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കൂല എന്നൊന്നും, അധികാര രാഷ്ട്രീയത്തിലേക്ക് ഇനി ഇല്ല എന്നും, ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം പോലും എനിക്കിനി ഭാവിയിൽ വേണ്ട എന്നും പരസ്യമായിട്ട് എന്ത് നിർബന്ധിച്ചാലും വേണ്ട. ഒരു രാജ്യസഭയില്ല, രാജ്യസഭയും വേണ്ട, MP-യും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ ഞാൻ പറഞ്ഞത്, സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുക എപ്പോഴാണെന്നറിയോ നിങ്ങൾ? അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങനെ നോക്കാം, ഇങ്ങനെ നോക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കട്ടെ, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. കാരണം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും അതിപ്പോൾ അടുത്ത പ്രാവശ്യം മന്ത്രിയാകാനാണ്, 5ാമത്തെ പ്രാവശ്യം മത്സരിക്കാനാണ്, അല്ലെങ്കിൽ രാജ്യസഭ MP ആവാനാണ് ഇതൊക്കെ പറയുന്നത് എന്നാവും നിങ്ങൾ പറയാം. ഇപ്പം ഞാൻ പറയുകയാണ് എന്ത്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു സംസാരം ഉണ്ടായിട്ടില്ല, ഒരു സംസാരവും. അങ്ങനെ ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പം ഞാൻ എന്താണ് പറയാൻ വേണ്ടി പോകുന്നത് അവർക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ ബന്ധപ്പെടേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ ബന്ധപ്പെട്ടാൽ ഞാൻ എതിരായിട്ടാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ, അല്ലെങ്കിൽ എതിരായിട്ടാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നത് എങ്കിൽ ഞാൻ അതും കൂടി പറയല്ലോ. അതുകൊണ്ട് തന്നെ അവരെന്നെ ബന്ധപ്പെടുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പിന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് എനിക്ക് സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. 20 കൊല്ലൊക്കെ ആകുമ്പോഴേക്ക് എനിക്കും എടുത്തിട്ടുണ്ട്. എനിക്കിനി എൻ്റെ ഒരു ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് എഴുത്ത്, അതുപോലെ തന്നെ കുറേ യാത്ര ചെയ്യണം, വിവിധ മതസമൂഹങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് പഠനം നടത്തണം, അതെഴുതണം. ഞാൻ ഇന്തോനേഷ്യയിൽ പോയ സമയത്ത്, നേപ്പാളിൽ പോയ സമയത്ത്, ഢാക്കയിൽ പോയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, ഗൾഫ് നാടുകളിൽ പിന്നെ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം UAE-യിലെ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒക്കെ എനിക്കുണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതെല്ലാം ഞാൻ ഓൾറെഡി എഴുതി പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഈ കാര്യത്തിൽ തന്നെയാണ് ഇനി ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. എല്ലാവർക്കും അത് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ അതിന് കഴിയുന്ന ആൾ എന്നുള്ള നിലക്ക് നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് അത് ചെയ്യണ്ടേ. അതുകൊണ്ടാണ് ഇനി പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല, ഒരു സ്ഥാനപദവിയും വേണ്ട എന്ന് നിങ്ങൾ സമക്ഷം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ കാര്യം പറയുന്നത്. ഒറ്റാള് പ്രശാന്ത് ചോദിക്കും, അല്ല സോറി മഹേഷ് ചോദിക്കും. പാർലമെന്ററി രംഗത്ത് താല്പര്യമില്ല അല്ലെങ്കിൽ അതിന് മൂടില്ല എന്ന് താങ്കൾ പറഞ്ഞു. അതിന് കൂടെ തന്നെ പറയുന്നുണ്ട് ഈ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണമെന്ന്. അതെന്റെ നിരീക്ഷണമാണ്. ഈ സ്വരം മോശമാവുന്നുള്ളൊരു അങ്ങനെയല്ല. ഒരുപാട് ആളുകൾ ഇങ്ങനെ എത്രയോ കാലം മത്സരിച്ച് ഇവനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. വാഹനമൊന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു, തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. അല്ല, ഇടതുപക്ഷത്തു നിന്നല്ല. അങ്ങനെ ഇടതുപക്ഷത്ത് അത്രയും കാലം നിൽക്കുന്ന ആളുകളില്ല. അതെവിടെ ഉണ്ടാവുക എന്നുള്ളത് മഹേഷിന് അറിയാമല്ലോ. മീസാൻ കല്ലുമ്മ പേരെഴുതുന്ന ആ നിമിഷം വരെ, അല്ലെങ്കിൽ നിയമസഭയിൽ കെടുന്നു മരിക്കണം, പാർലമെന്റിൽ കെടുന്നു മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എവിടെ ഉണ്ടാവുക?
ഇടതുപക്ഷത്തുണ്ടോ? ഒരാളെ പറ. പി വി അൻവറിന് ഇപ്പോൾ എടുത്തു ചാടാനും പിന്നെ എടുത്തു ചാടാതിരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അദ്ദേഹം ചെയ്തത് തെറ്റാണെന്നും അദ്ദേഹത്തിൻ്റെ ശരികളും ബോധ്യങ്ങളുമാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. എൻ്റെ ശരിയും എൻ്റെ ബോധ്യവുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അല്ല, ജമാഅത്തെ ഇസ്ലാമി കുറച്ചു കാലമായിട്ട് എങ്ങനെങ്കിലും ഇതൊക്കെ കൂടി ഒന്ന് കലക്കി പിന്നെ ശരിയാക്കണം എന്ന് തീരുമാനിച്ച് നടക്കുന്നുണ്ടല്ലോ. അത് നമുക്ക് അറിയാമല്ലോ. അല്ല, അത് പിന്നെ പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് ചില ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാവുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് എന്ത് അതൊക്കെ ഇപ്പൊ ഉണ്ടാവട്ടെ. പി വി അൻവറിന്റെ സമ്മേളനത്തിന് കൂടുതൽ ആളുകൾ ഉണ്ടായി എന്നുള്ളതിൽ എനിക്കെന്ത് അസ്വസ്ഥതയാണുള്ളത്? എനിക്ക് യാതൊരു അസ്വസ്ഥതയില്ല.